കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വീണ്ടും ജയിലിലേക്കൊരു യാത്ര. ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്ന മോനെ? ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാ ഒരുത്തിക്ക് തോന്നി ഞാൻ ജയിലിൽ കിടക്കണമെന്ന്. പിന്നെ പോവാതിരിക്കാൻ പറ്റുമോ? ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടും നീ എന്തൊക്കെയാ ചെയ്തത്? ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാ എന്തൊക്കെ ചെയ്താലും പെൺകുട്ടികളുടെ ശാപം പിടിച്ചു പറ്റരുതെന്ന്. എന്നിട്ട് ദേ നീ ഇപ്പോ ജയിലിലേക്ക് പോകുന്ന ഈ നിമിഷം വരെ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കുന്ന ചിന്തയിലായിരുന്നു അച്ഛനും മോനും. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കോടി. ഇവനകത്തു പോയാലും പുറത്തുനിന്ന് ആ കുടുംബത്തെ ശല്യം ചെയ്ത് ഞാൻ കൊല്ലും. സദേട്ടൻ ഒറ്റയൊരാളാ ഇവന്റെ ഭാവി ഇല്ലാതാക്കി കളയുന്നത്. ഇവന്റെ ഭാവിക്ക് എന്താടി കുഴപ്പം? ഇവൻ ജയിലിൽ കിടന്നെന്ന് കരുതി ഇവന് നല്ല വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടില്ലേ? ഇപ്പോഴും ആശ്വാസവാക്കുകൾ പറഞ്ഞ് പലരും കൂടെ കൂടുന്നുണ്ട് ഇവനെ വേണോന്ന് പറഞ്ഞ്. അവരാരും നല്ല കുടുംബത്തിലെ ആൾക്കാരായിരിക്കില്ല. കോടികൾ ഉള്ളവര് തന്നെയാ കല്യാണ ആലോചനയായിട്ട് വരുന്നേ. എന്തിനാ സദേട്ട കോടികള്? ഇവനുമായി ചേർന്ന് പോകുന്ന ഒരു പെൺകുട്ടിയല്ലേ നമുക്ക് വേണ്ടത്. ഇവൻ നല്ലൊരു കാര്യത്തിനല്ല പോകുന്നേ, ജയിലിലേക്കാ. അതിന്റെ വേദന എത്രന്ന് പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. ആ സമയത്ത് ഇതുപോലൊക്കെ സംസാരിച്ച നീ നടുവനക്കാൻ വയ്യാതെ കുറെ ദിവസം കട്ടിൽ കിടക്കേണ്ടി വരും. ഏയ് അമ്മ വിഷമിക്കണ്ട. ഞാനൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് അമ്മയോട് പറഞ്ഞല്ലോ. അവളുടെ പേരും അഡ്രസ്സും ഒക്കെ മനസ്സിലാക്കി വെച്ചിട്ടാ ഞാൻ പോകുന്നത്. അതാരാടാ? ഇവളും അങ്ങനൊരു കാര്യം എന്നോട് പറഞ്ഞല്ലോ. കാഴ്ചക്ക് വലിയ തിരക്കേടില്ലാത്തൊരു കുട്ടിയാച്ച. സാമ്പത്തികോ? സമ്പത്ത് എത്രത്തോളം വരുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. വീടൊക്കെ തിരക്കേടില്ല. ചേർക്കാൻ പറ്റുന്ന ബന്ധങ്ങളെ ചേർക്കാവൂ. നീ എവിടെയെങ്കിലും പോയി പെണ്ണ് കണ്ടിട്ട് നിനക്ക് ആ ബന്ധം തന്നെ വേണമെന്ന് പറഞ്ഞ് ഒരേ നിൽപ്പ് നിന്നാ ഞാൻ സമ്മതിക്കില്ല. അവരെ കുറിച്ച് ഞാൻ തിരക്കും. അവരീ കുടുംബവുമായി യോജിച്ചു പോകാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രമേ ഈ ബന്ധം നടക്കൂ. അതെനിക്കറിയാച്ച. ഏതായാലും ഞാനൊന്ന് പോയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു പോയി പെണ്ണ് കാണാം. പെണ്ണ് കെട്ടി നന്നായിട്ട് ജീവിക്കേണ്ടവനാ ജയിലിലേക്ക് പോകുന്നത്. കല്യാണം കഴിയുമ്പോഴെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിക്കണേടാ മോനെ. ഈ അച്ഛന്റെ മോനല്ലേ മേ ഞാൻ. അപ്പോ എനിക്ക് അച്ഛന്റെ കുറച്ച് സ്വഭാവങ്ങളൊക്കെ കാണും. ആ സ്വഭാവം കൊണ്ടേ ഇവള് നന്നായി ജീവിച്ചിട്ടേ ഉള്ളൂ, രാജകൊട്ടാരത്തിൽ ജീവിക്കുന്ന പോലെ. എന്നിട്ടാ തല്ലുകൊള്ളുന്ന വർത്താനം പറയുന്നേ. പോയിട്ട് രാമേ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാച്ച. ഞാൻ പറഞ്ഞല്ലോ, അധിക ദിവസമൊന്നും നിനക്കവിടെ കിടക്കേണ്ടി വരില്ല. ഉടനെ നീ പുറത്തിറങ്ങും. എന്നാ അതിനു മുമ്പ് നിന്റെയും എന്റെയും ശത്രുക്കളെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന ഞാനിപ്പോ നോക്കുന്നേ. എല്ലാത്തിനും തടസ്സമായി നിൽക്കുന്നത് ആ ബുള്ളറ്റ് ജഗന. അന്ന് ഞാനൊരു അബദ്ധം കാണിച്ചു. അത് ആവർത്തിക്കാതെ അവനെ കൊന്നു കഴിഞ്ഞ പിന്നെ ആരെയും പേടിക്കാതെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാച്ച. നീ പോയിട്ട് വാ മോനെ. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഈ ജയിലിൽ പോയി അവനെ കാണുമ്പോ സങ്കടം ഇരട്ടിക്കും. അത് തീരണമെങ്കിൽ പെണ്ണിന്റെ ശാപം കിട്ടിയാലും ശരി, അവന്റെ ഭാവി ഇല്ലാതാക്കിയവളെയൊക്കെ തൊലച്ചു കളയും ഞാൻ. പരോള് കഴിഞ്ഞു അല്ലേ? ആ, വീണ്ടും ജയിലിലേക്ക്. അധിക ദിവസം അവിടെ കിടക്കേണ്ടി വരില്ല. എന്നാലും നിനക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായല്ലോ കാർത്തി. ഒരു ദിവസം ജയിലിൽ കിടന്നാലും അത് നിന്റെ പരാജയമല്ലേ കാർത്തി? അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള തിരിച്ചടി പൂർത്തിയാവും വരെ
വില്ലേജ് ഓഫീസറെയും മക്കളെയും ഞാനും എന്റെ അച്ഛനും പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ, ഒരുത്തിയുടെ ജീവിതം ഉടനെ തകരും. ദൈവമായിട്ടാ ആ ജയലാൽ എന്ന് പറയുന്ന കോന്തന്റെ അളിയനെ എന്റെ മുൻപിൽ എത്തിച്ചത്. നീ അന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ അവന്റെ അച്ഛനെ കണ്ടു. അയാളൊരു മണ്ണുണ്ണിയാ, അവനെ പോലെ തന്നെ ചങ്കുറപ്പില്ലാത്ത ആള്. അന്ന് നീ കാണേണ്ടിയിരുന്നത് അവന്റെ അമ്മയായിരുന്നു. അവരൊരു ജയിൽ പുള്ളിയാ. മൂത്ത മരുമോളുടെ തലയടിച്ച് പൊട്ടിച്ചിട്ട് ജയിലിൽ പോയവളാ ജയലാലിന്റെ അമ്മ. അങ്ങനൊരു പാസ്റ്റ് അവർക്കുണ്ടോ? തെറ്റ് കണ്ട കോംപ്രമൈസ് ഇല്ലാത്ത സ്വഭാവം അവരുടെ. അതുകൊണ്ട് തന്നെ അവരെ ഇതൊന്നും അറിയിക്കാതെയാ ഈ കല്യാണം നടത്തിയിരിക്കുന്നേ. അവര് നിന്നെ പോലെ തന്നെ പരോളിലിറങ്ങിയതായിരുന്നു. അപ്പൊ അവളുടെ ജീവിതം തൊലഞ്ഞു അല്ലേ? ഉറപ്പല്ലേ? അമ്മായിയമ്മ ഇപ്പൊ ജയിലില്ല. എങ്കിലും ഇനി കള്ളങ്ങൾ പറഞ്ഞ് ഏറെ നാള് ഭാര്യയ്ക്കും ഭർത്താവിനും പിടിച്ചു നിൽക്കാൻ ആവില്ല. അവൻ അവളെ ഉപേക്ഷിക്കേണ്ടി വരും. അത് നല്ല കാര്യമല്ലേടി മോളെ. ജയിലിൽ കിടക്കുമ്പോ അത്തരം സുഖമുള്ള വാർത്തകൾ കേൾക്കട്ടെ. ദേ, ഞാൻ എന്റെ പാർട്ടി ക്ലിയർ ആക്കുന്നുണ്ട്. നീ നിന്റെ അച്ഛനും നാട്ടില് വലിയ പ്രമാണിമാരാണെന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല. നീ എന്താടി അങ്ങനെ പറയുന്നത്? ബുള്ളറ്റ് ജഗൻ ആ നാടകം കളിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കല്യാണം നടക്കില്ലായിരുന്നു. അവള് കെട്ടാൻ പോകുന്നവൻ മരിച്ചിട്ട് ഇന്ന് ദിവസങ്ങൾ കഴിഞ്ഞേനെ. ബുള്ളറ്റ് ജഗനെ കൊല്ലാൻ കിട്ടിയ അവസരം പാഴാക്കിയത് നീയല്ലേ? ഇന്ന് ഞാൻ ജയിലിലേക്ക് പോകാൻ യാത്ര പറഞ്ഞിറങ്ങിയപ്പോ എന്റെ അച്ഛന്റെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടതാ. അതത്ര നിസാരമായിട്ട് കരുതരുത്. ശാന്തമായിരുന്നിട്ട് അച്ഛൻ പണി പറ്റിക്കും. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് കാർത്തിക്. നിങ്ങൾക്കൊക്കെ അവരോട് വൈരാഗ്യം തോന്നി തുടങ്ങിയത് ദീപയുടെ അമ്മ കോടതിയിൽ സാക്ഷി പറഞ്ഞ ശേഷോ. എന്നിട്ട് അവരെ ജയിലിലാക്കണ ഒരു അവസരം വന്നപ്പോ നീ നിന്റെ അച്ഛനും അത് പാഴാക്കി കളഞ്ഞു. വക്കീല് പോലും ഇല്ലാത്ത കേസില് നിഷ്പ്രയാസുവാ അവര് ജയിച്ച് കയറിയത്. അവിടെയും ബുള്ളറ്റ് ജഗനാടി ചതിച്ചത്. അവനെ ഭയന്നല്ലേ സാക്ഷികൾ മൊഴി മാറ്റിയത്. എന്തായാലും ഭാഗ്യലക്ഷ്മിക്കും മക്കൾക്കും തന്നെയാ ജയം. അതിനിടയിൽ ഞാനാ ഇപ്പൊ അവരെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് ദീപയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ അവളെ വീട്ടിനകത്താക്കി. ഇപ്പതേ അവളുടെ കുടുംബജീവിതം തകരാൻ പോവുക. ഈ തകർച്ചയുടെ ആഘാതത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് മുൻപ് അടുത്തടി കൊടുത്തിരിക്കണം. ആ കുടുംബത്തിലെ ആ അമ്മയും മക്കളും കരയുന്നത് എനിക്ക് കാണണം. അതിനുവേണ്ടി വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പ. നിനക്ക് നിന്റെ അച്ഛനും ആ കുടുംബത്തോടുള്ള ദേഷ്യമല്ല, എന്റെ ഒരിക്കലും അടങ്ങാത്ത പകയും വിദ്വേഷവും ഒക്കെ. അതളക്കാൻ നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഭാഗ്യലക്ഷ്മി അവരുടെ കുടുംബവും എരിഞ്ഞടങ്ങുന്ന ദിവസമാ. ഞാൻ എന്നെ തന്നെ മറന്ന് ആഘോഷിക്കാൻ പോകുന്ന ദിവസം. നിനക്കെന്താ അവരോട് ഇത്ര ശത്രുതയെന്ന് ചോദിച്ചിട്ട് നീ പറയാത്ത സ്ഥിതിക്ക് അതേപറ്റി ചോദിച്ചിട്ട് കാര്യമില്ല. എന്തായാലും ഞാൻ പോയിട്ട് വരാം, എത്രയും പെട്ടെന്ന് തന്നെ. ശരി കാർത്തി. ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. അതാ നിന്റെ വീടിനരികിൽ തന്നെ കാത്തു നിന്നത്. ഓ, ജയിലിലേക്ക് പോവാണോ? പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. സസ്പെൻഷനിലായ വില്ലേജ് ഓഫീസർ അതിനു മുമ്പ് എനിക്ക് അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തു തന്നില്ലേ? ആ നല്ല കാര്യത്തിന് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങിയ നീ എന്തെല്ലാം പുണ്യകർമ്മങ്ങളാ ചെയ്തത്. ഒന്നും ഫലിക്കാതെ പോയത് നിനക്ക് കഴിവില്ലാത്തത് കൊണ്ടാ. അതെ, എനിക്കത് മനസ്സിലായി. അതുകൊണ്ട് എന്റെ കഴിവുകേടിനെ പഴിച്ചിട്ടാ ഞാനിപ്പോ അകത്തേക്ക് പോകുന്നത്. ഞാനിപ്പോ എന്താ വേണ്ടത്? അയ്യോ, ഒന്നും വേണ്ട. നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. അതിന് കാണാൻ കാത്തു നിന്നേ ഉള്ളൂ. പോകുന്നതിന് മുമ്പ് കൊല്ലാൻ എന്തെങ്കിലും പരിപാടിയുണ്ടോ? അയ്യോ, കൊല്ലാൻ പറ്റില്ലല്ലോ. അങ്ങനെ കൊന്നു കഴിഞ്ഞാ നിന്നെ പ്രേമിക്കുന്ന ഒരുത്തൻ എന്റെ പിന്നാലെ കടയര വിട്ട് നടക്കില്ലേ? ഞാൻ ബുള്ളറ്റ് ജഗനെ പ്രേമിക്കുന്നൊന്നുമില്ല. അതെനിക്കും അറിയാം. നിന്നെ പോലൊരു പെണ്ണ് അവനെ പ്രേമിക്കില്ലെന്ന്. എന്നാൽ
അങ്ങനെ നടിച്ചിട്ട് നീ അവനെ കുപ്പിയിലാക്കി വെച്ചിരിക്കല്ലേ? പ്രേമിക്കുന്ന പെണ്ണിന് വേണ്ടി ഒരുമാതിരിപ്പെട്ട ആണുങ്ങളൊക്കെ എന്തും ചെയ്യാൻ തയ്യാറാവും. അതാ നീയും മുതലാക്കുന്നത്. അവനെ ഒരു പാവയാക്കിയിട്ട് ഒതുക്കേണ്ടവരെയൊക്കെ ഒതുക്കുക, നീയും നിന്റെ അമ്മയും കൂടി. ഇതിനൊന്നും എനിക്ക് മറുപടി പറയേണ്ട ഒരു കാര്യമില്ല. നിനക്ക് ഭയമാ ബുള്ളറ്റ് ജഗനെ. എന്നാ ഞാനൊരു പെണ്ണായിട്ട് പോലും എനിക്കതില്ല. ആരെയും ഭയമില്ല. നീ കൂടുതൽ തന്റേടിയാവാൻ നോക്കണ്ട. ഒന്നും അവസാനിപ്പിച്ചിട്ടല്ല ഞാൻ പോകുന്നത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദിവസം തന്നെ നിന്റെ കുടുംബത്തിന്റെ അവസാനമായിരിക്കും. ഒരുത്തി ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞു പോയൊരുത്തി. അവള് ഭർത്താവെന്ന് പറയുന്ന ആ മാന്യനോടൊപ്പം അധികം നാളൊന്നും വാഴാൻ പോകുന്നില്ല. അവളുടെ ജീവിതവും പാതി വഴിയിൽ അവസാനിക്കും. എനിക്കും എന്റെ അച്ഛനും ഒരു പ്രത്യേകതയുണ്ട്. എത്ര തല്ലുകൊണ്ടാലും ആരുടെ മുന്നിൽ തല ഉനിക്കേണ്ടി വന്നാലും ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാ. അത് വന്നു കഴിഞ്ഞാല് ചെയ്യേണ്ട കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കും. ഇത്രയൊക്കെ കൊണ്ടിട്ടും താൻ പഠിച്ചില്ലേ? പഠിച്ചില്ലടി മോളെ. ആദ്യമായിട്ട് നിന്നെ ഞാൻ കാണുന്നത് ഇതുപോലൊരു വഴിയരികിൽ വെച്ച്. അന്ന് നിന്നെ ഞാൻ ബലമായി ചുംബിക്കാൻ ശ്രമിച്ചപ്പോ ആ ജഗൻ എന്ന് പറയുന്നവൻ ഇടയ്ക്ക് കയറി വന്നു. എന്നാ ആ കടം ഇപ്പോഴും ബാക്കി നിൽക്കുക. നീ നോക്കിക്കോ, പൊതുനിരത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയോടും ചെയ്യാൻ പാടില്ലാത്തൊക്കെ നിന്നോട് ഞാൻ ചെയ്തിരിക്കും. അന്ന് നീ സദാനന്ദന്റെ മോനാണെന്ന് ഞാൻ പറയും. ആയിക്കോട്ടെ, അത് നമുക്കിടയിൽ ഒരു പന്തായമായി നീ വെച്ചോ. നിനക്ക് തരാനുള്ള ഞാൻ തന്നിരിക്കും. നിനക്ക് മാത്രമല്ല, അവനും. ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുത്തൻ ഭീഷണിപ്പെടുത്തിയിട്ടാ പോയത്. കാർത്തിക്. ഓ, കാർത്തിക് കണ്ടിരുന്നോ? എന്റെ വീടിനടുത്ത് കാത്തു നിന്നു. എന്നെ കണ്ടിട്ടാ പോയത്. ജയിലിലേക്കല്ലേ പോയത്? അല്ലെങ്കിൽ അവന്റെ ഭീഷണിക്ക് കുറച്ചു ദിവസം അവനെ ഹോസ്പിറ്റലിൽ കിടത്തായിരുന്നു. ബുള്ളറ്റിനെ അവന് പേടിയായതുകൊണ്ട് മാത്രം ഞങ്ങളെയൊക്കെ വെറുതെ വിടുന്നേ. അല്ലെങ്കിൽ ഞങ്ങളെ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. ജയിലിനകത്ത് നമുക്കൊരാളുണ്ട്. വേണമെങ്കിൽ അവിടെ ഇട്ട് അവനൊന്ന് വാട്ടിയെടുക്കാൻ പറയാം. ഏയ് വേണ്ട, എനിക്ക് അവനെ പേടിയൊന്നുമില്ല. എല്ലാവർക്കും മരണഭയമുണ്ട്. എന്നാൽ എന്നെ പോലെയുള്ള ചുരുക്കം പേർക്ക് മാത്രമാണ് അങ്ങനെ ഒരു വികാരമില്ലാത്തത്. സദാനന്ദൻ നാട്ടിലെ വലിയ പ്രമാണിയാ, വലിയ സ്വാധീനമുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലതിയ. അവനെ എടുത്തിട്ട് ഞാൻ തല്ലി. എന്തെങ്കിലും സംഭവിച്ചു വന്നിട്ട് ഇനിയിപ്പോ നേരെ അങ്ങോട്ട് ചെന്ന് നെഞ്ചു നോക്കി ഒന്ന് കൊടുത്താ അവനായാലും ചാവും. അതുകൊണ്ട് ആരും വലിയവനാണെന്ന് ഒരിക്കലും കരുതരുത്. ബുള്ളറ്റ് മുന്നിലൂടെ ചെന്ന് നേർക്ക് നേരെയാ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നത്. ഇതങ്ങനെയല്ലല്ലോ. കാല് പിടിക്കേണ്ട സമയത്ത് കാല് പിടിക്കും, അവസരം വരുമ്പോ തിരിഞ്ഞു കൊത്തുകയും ചെയ്യും. കുറേ കേസുകൾ എന്റെ പേരിലുണ്ട്. ചിലപ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് ജയിലിൽ പോയി സന്ദർശിക്കേണ്ടി വരും. ഈ കേസും വഴക്കൊക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ? തന്നെ പോലെയുള്ളവരൊക്കെ ഉള്ളപ്പോ എങ്ങനെ ഇതൊക്കെ അവസാനിപ്പിക്കാനാ? ഓ, ഇപ്പൊ കുറ്റം എന്റെ ആയോ? ഞാൻ പറഞ്ഞല്ലോ ദിയോട്, തന്നെ പോലെയുള്ള നിരപരാധികളായ പെൺകുട്ടികൾക്ക് വേണ്ടിയാ ഞാൻ പലപ്പോഴും തല്ലുണ്ടാക്കിയിട്ടുള്ളത്. പൊതുനിരത്തിലും ബസ്സിലും ഒക്കെ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നവരെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല. ഇനി വെറുതെ വിടുകയില്ല. അങ്ങനെയുള്ളിടത്തോളം കാലം പുറത്ത് 6 മാസം, ജയിലിനകത്ത് 6 മാസം അങ്ങനെ കഴിയേണ്ടി വരും. സത്യം പറയാലോ, ദൈവമായിട്ട് കൂട്ടുകൂടിയതിനു ശേഷമാണ് ഞാനൊന്ന് പൊടിക്ക് ഒതുങ്ങിയത്. ഇനി അങ്ങനെ നടന്നാ മതി. ഈ ഗുണ്ട എന്ന പേര് മാച്ചു കളഞ്ഞ അത്രയും നല്ലത്. ഒരിക്കലും ഒരാൾ കള്ളനായ പിന്നെ ആ പേര് മാച്ചു കളയാൻ പറ്റൂ? അതുപോലെ തന്നെയാ ഞങ്ങളുടെയും കാര്യം. ഇനി ജീവിതകാലം മുഴുവൻ ഇതൊരു അലങ്കാരമായിട്ട് അങ്ങനെ കൊണ്ടു നടക്കേണ്ടി വരും. ഇപ്പോ ദിയയ്ക്ക് ഒരു പേര് വീണ് കാണും, ഗുണ്ടയുടെ സുഹൃത്തെന്ന പേര്. ആ പേര് വെട്ടിക്കളയാൻ തൽക്കാലം ഞാൻ ശ്രമിക്കുന്നില്ല. കാരണം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്, സ്കൂളിലും കോളേജിലും പുറത്തുമൊക്കെ. എന്നാലും ഈ ഗുണ്ടയെപ്പോലെ നല്ലൊരു സുഹൃത്തിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. സ്വന്തം ജീവൻ പണയം വെച്ചും കൂടെ നിൽക്കുന്നവരെ രക്ഷിക്കുന്നവരാ യഥാർത്ഥ കൂട്ടുകാര്. അങ്ങനെയുള്ളവരെ കിട്ടിക്കഴിഞ്ഞാ അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല.
അവര് ജയിൽ പുള്ളി ആയാലും അല്ലെങ്കിലും അവരുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുക വേണ്ടത്. അതുകൊണ്ട് ഇനി മരണം വരെ ഞാൻ മായ്ച്ചു കളയില്ല ഈ ബുള്ളറ്റിൽ സഞ്ചരിക്കുന്ന ആളിനെ. ഒരു ദിവസം രണ്ടാളും ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ജയലാലിന്റെ അളിയൻ വന്നതുകൊണ്ടാ ഞാൻ നിർബന്ധിക്കാത്തത്. അവൻ വന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നന്നത് മാത്രമല്ല, എന്തൊക്കെയോ മനസ്സിൽ വച്ചുകൊണ്ടാ സംസാരിച്ചത്. അവന്റെ സംസാരം അങ്ങനെ തന്നെയാ. ഇവിടുന്ന് ചിലപ്പോ അമ്മയെ പോയി കണ്ടു കാണും. എന്നിട്ട് ഏത് നേരവും ദീപയും കൊണ്ട് ഞാൻ ഭാര്യ വീട്ടിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? നന്നായി കള്ളം പറയുന്ന കൂട്ടത്തിലല്ലേ? അത് പിന്നെ പറയണോ? ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ് അമ്മ അവൻ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ പോലെ ഒരാളല്ലെങ്കിൽ എന്റെ പെങ്ങൾക്കൊപ്പം പിടിച്ചേക്കാൻ പറ്റില്ല. ഉറപ്പായിട്ടും കല്യാണം കഴിഞ്ഞ് അധിക നാൾ എത്തുന്നതിന് മുമ്പ് ബന്ധം പിരിയേണ്ടി വന്നേനെ. ഇളയ പെങ്ങളെക്കുറിച്ചും മോള് പറഞ്ഞു. പിന്നെ ഞങ്ങളവിടെ വന്നപ്പോ സംസാരിക്കുകയും ചെയ്തല്ലോ. ആ കുട്ടി കുറെ കൂടി പക്വത കാണിച്ചില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ശേഷമായിരിക്കും അത് തലവേദനയാവാൻ പോകുന്നത്. സത്യം പറയാലോ, അവൾ ആര് കെട്ടിക്കൊണ്ടു പോയാലും അയാളോട് സഹതപിക്കാനേ എനിക്ക് പറ്റൂ. പെങ്ങന്മാർക്ക് നല്ല ബന്ധം കിട്ടണമെന്നാണ് ഏതൊരു ആങ്ങളമാരും ആഗ്രഹിക്കുന്നത്. എന്നാ എത്ര നല്ല പയ്യനെ കൊടുത്താലും അവനായിട്ട് ചക്രശ്വാസം വലിപ്പിച്ച പിന്നെ എന്ത് ചെയ്യും? അമ്മയെ കണ്ട് പഠിച്ചവരാണ് രണ്ട് പെൺമക്കളും. ഞാനും എന്റെ ഏട്ടനും ഇന്നും അച്ഛന്റെ പക്ഷത്തെ നിന്നിട്ടുള്ളൂ. അതും പുറമെ കാണിക്കാൻ പാടില്ലെന്ന് മാത്രം. പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. ജയലാലിന്റെ അച്ഛൻ ഇത്ര പാവമായതുകൊണ്ടാ അമ്മ ഇത്രത്തോളം വീട് ഭരിക്കാൻ കാരണമായത്. അങ്ങനെ പറഞ്ഞൂടാ. അച്ഛൻ തുടക്കത്തിൽ അമ്മയെ ഒരുപാടൊക്കെ തിരുത്താൻ നോക്കിയതാ. എന്നാൽ അത് വലിയ വലിയ പൊട്ടിത്തെറിയിൽ എത്തുമെന്ന് കണ്ടപ്പോഴാ അച്ഛൻ പൂർണ്ണമായിട്ട് കീഴടങ്ങിയത്. ക്ഷമാശീലത്തിന് നോബൽ പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ അതെന്റെ അച്ഛന് കൊടുക്കണം. അമ്മ വിഷമിക്കണ്ട. ഇടയ്ക്ക് ഞാൻ ഇയാളെ കൊണ്ടുവരാം. ഞാൻ ഷോറൂമിലുള്ള സമയത്ത് ഇയാൾ ഇവിടെ നിൽക്കട്ടെ. പോകുമ്പോ കൂട്ടിക്കൊണ്ടുപോയാൽ മതിയല്ലോ. ഞങ്ങള് പോയിട്ട് വരാമേ. അമ്മ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആരെന്ത് പറഞ്ഞാലും മോള് പ്രതികരിക്കാനൊന്നും നിക്കണ്ട. ഇനിയിപ്പോ അമ്മയും ഞാനും ഒക്കെ അത്യാവശ്യം പ്രതികരിക്കണമെന്ന് പറഞ്ഞാലും ഇയാള് പ്രതികരിക്കാനൊന്നും പോകുന്നില്ല. എന്നാ പിന്നെ പോവാം. ശരി അമ്മേ. ഈയിടെയായിട്ട് സമയം അത്ര ശരിയാവുന്നില്ലല്ലോ. വാച്ചി പിടിച്ച് കറക്കിയാലൊന്നും നിന്റെ സമയം ശരിയാകത്തില്ല. ആദ്യം നിന്റെ കുരുട്ടുബുദ്ധിയും കുന്നായ്മയും തെണ്ടിത്തരവും ഒക്കെ അവസാനിപ്പിക്കണം. ആ എന്നാ ചായ കട്ടനാ കുടിക്ക. കടുപ്പം കൂടുതലാണല്ലോ. നീ മൊത്തത്തിൽ അല്പം കടുപ്പമില്ലേ, അതുകൊണ്ട് കടുപ്പം അല്പം കൂടിക്കോട്ടെ. ഞാനാണോ കേറി വന്ന മരുമാളാണോ കടുപ്പമെന്നാ എനിക്കിപ്പോ സംശയം. എടാ മരുമോൾ ഒരു കടുപ്പവും ഇല്ല. ഇതുപോലൊരു നല്ല കൊച്ചിനെ ഈ വീട്ടിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു മരുമോള് വാഴത്തില്ലായിരുന്നു. ആകെ വാഴുന്നത് മരുമ മാത്രമായിരുന്നു. അയ്യോ, അടിമയെ പോലെ നിന്നാ പിന്നെ വാഴത്തില്ലയോടാ. ചായപ്പൊടി എല്ലാം കൂടെ തലമണ്ടേ കയറിയാ പിന്നെ കുഴപ്പമാടാ ചെറുക്ക. അങ്ങനെ തലമണ്ട കയറുന്ന കോമഡി അല്ലയോ അമ്മാവൻ പറയുന്നത്? ഓ, ഭാര്യയുടെ മുമ്പിൽ അടിമയാവാത്ത ഒരാള്. മരുമക്കൾ അമ്മാവന്മാരെ കണ്ടാ പഠിക്കുന്നത്. ഞാൻ വന്നപ്പോ അമ്മാവൻ സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഞാനിപ്പോ പകുതി സ്ട്രോങ് ആയനെ. ആട്ടെ, മോനും മരുമോളും കൂടി സർക്കിട്ട് പോയിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ. എടാ, നിനക്ക് ജയലാലിന്റെ സ്വഭാവം അറിയാവല്ലോ. നീ എന്നോട് സംസാരിക്കുന്ന പോലെ അവനോട് സംസാരിക്കരുത്. അവൻ ഒരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ നീ കൊണ്ടോണ്ടിരിക്കത്തേ ഉള്ളൂ ഇവിടെ. ഇനിയിപ്പോ അളിയൻ എന്നോട് കുറച്ച് മാന്യതയൊക്കെ കാട്ടും.
ആഹാ വന്നല്ലേ വരുന്നേര്. വീട്ടിൽ പോയിട്ട് 1-2 ദിവസം നിന്നിട്ട് വന്നാ മതിയായിരുന്നല്ലോ മോളെ. ഞാൻ പറഞ്ഞു നിന്നോളെ, പക്ഷെ ഇയാൾ പെട്ടെന്ന് പോകാന്ന് പറഞ്ഞു. അമ്മ ജയിലിലാണെങ്കിലും അമ്മ പറഞ്ഞാലും ഇയാളുടെ മനസ്സിൽ കിടക്കുക. ഹാ, ആ. ഇതുപോലെ നല്ലൊരു മരുമോളെ കിട്ടിയതായി ഈ വീടിന്റെ ഭാഗ്യമെന്ന് അമ്മാവൻ പറഞ്ഞു കഴിഞ്ഞു. അതിലെനിക്ക് 2 അഭിപ്രായം ഇല്ല. എന്തിനാണ് ഞാൻ ദീപയുടെ വീട്ടിലോട്ട് വന്നത്? അതിന് പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ മോനെ, അതുകൊണ്ടാ. അവിടെ വന്നിട്ട് തന്റെ സംസാരവും പെരുമാറ്റമൊന്നും എനിക്കങ്ങോട്ട് ദഹിച്ചിട്ടില്ല. ഇനിയിപ്പോ ദഹനമൊക്കെ കുറച്ച് കുറയും അളിയ. അതെ, എനിക്ക് അളിയനോട് മാത്രമായിട്ടേ ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറയാനാ ഞാൻ അങ്ങോട്ട് വന്നത്. അപ്പോ അവിടെ സാഹചര്യം മോശമാണെന്ന് തോന്നി. എല്ലാവരും കേൾക്കെ അളിയൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എല്ലാരും കേൾക്കാൻ പറയാൻ പറ്റില്ല അളിയ.